ഈ തിരഞ്ഞെടുപ്പിൽ UDF-ന് എത്ര സീറ്റ് കിട്ടും? അതിൻ്റെ അകത്തും ഭൂരിപക്ഷം സീറ്റ് കിട്ടും. അതായത് 71 ഭൂരിപക്ഷം ഉറപ്പായിട്ട് കിട്ടും. അതാണോ കിട്ടാൻ പോകുന്ന? താങ്കളുടെ കണക്കനുസരിച്ച് എത്ര വരെ പോകാം? അല്ല, കണക്ക് എന്തായാലും ഭൂരിപക്ഷ സീറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഭരിക്കും, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കുകയും UDF അധികാരത്തിലേക്ക് വരികയും ചെയ്താൽ താങ്കളുടെ മനസ്സിൽ എങ്ങനെയുള്ള ഒരു ഭരണം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അതായത് നല്ല ഭരണം ഉണ്ടാവണം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭരണമായി, താല്പര്യമുള്ളൊരു ഭരണമായി അത് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിൽ ഭരണാധികാരികൾ മാറണം. അതിന്റെ ഭാഗമാകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഭാഗമാകണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കേണ്ടത് ഞാനല്ല, അത് പാർട്ടി പറയട്ടെ. അല്ല, ഇപ്പോ മത്സരിക്കുന്ന കാര്യത്തിൽ താങ്കൾക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത് പോലെ ആ ഭരണത്തിന്റെ ഭാഗമാകണം എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് ഒരു അഭിപ്രായമുണ്ട്? അല്ല, അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ല, അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ആര് ഭരിക്കണം, ആരാണ് ഭരണകക്ഷി, ആരാണ് മന്ത്രി, ആരാണ് മുഖ്യമന്ത്രി, ആരാണ് സഹമന്ത്രി, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല. പാർട്ടി തീരുമാനിക്കട്ടെ. അതായത് ഇപ്പോഴത്തെ അതിനെ പറ്റുന്ന കഴിവുള്ള നേതാക്കന്മാർ പാർട്ടിക്കുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് പല സന്ദർഭങ്ങളിലായി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലുണ്ട്, K സുധാകരൻ തന്നെയുണ്ട്, അടൂർ പ്രകാശ് ഉണ്ട്, അങ്ങനെ ഒരുപാട് നേതാക്കളുണ്ട്. ആരെയാണ് താങ്കൾ മുഖ്യമന്ത്രിയായി മനസ്സിൽ കാണുന്നത്? അത് പാർട്ടിയുടെ കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ടതല്ലേ, പാർലമെന്ററി പാർട്ടി ഇരുന്ന് ചർച്ച ചെയ്യേണ്ടതല്ലേ, ഒറ്റക്ക് തീരുമാനിക്കേണ്ടതല്ലല്ലോ. നമ്മൾ ഒറ്റക്ക് പറയുന്നത് ശരിയല്ല. താങ്കളുടെ മനസ്സിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും ഒരു അച്ചടക്കമുള്ള, പൂർണ്ണമായും കോൺഗ്രസിന് വേണ്ടി അർപ്പിച്ചിരിക്കുന്ന ഒരു മനസ്സാണ് താങ്കൾക്ക് ഇപ്പോൾ ഉള്ളത് എന്നാണ് താങ്കളുടെ ഈ മറുപടികളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പാർട്ടിക്ക് സമർപ്പിതനാണ്, പൂർണ്ണമായും പൂർണ്ണമായും, എക്കാലത്തേക്കും.